ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. കാരണം നമുക്ക് ഡെയിലി മീറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇപ്പം നമുക്കൊരു ഒരുമിച്ചൊരു ഡേറ്റിന് പോവുക, അല്ലെങ്കിൽ ഒന്നിച്ചൊരു സിനിമയ്ക്ക് പോവുക, അതൊന്നും നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പോസിബിൾ ആയിക്കൊള്ളണമെന്നില്ല. പക്ഷെ അത് വിചാരിച്ച് ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ബ്യൂട്ടിഫുൾ അല്ലെന്ന് നമുക്ക് പറയാനും സാധിക്കില്ല. സോ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് എഫേർട്ട്, ട്രസ്റ്റ്, കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെയാണ്. സോ നിങ്ങളുടെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ബ്യൂട്ടിഫുൾ ആയിട്ട് കീപ്പ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടിപ്സാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് ഏതൊരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചും, അതിപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിലും നമ്മുടെ അടുത്തുള്ള ആളാണെങ്കിലും നമ്മുടെ കൂടെയുള്ള ആളാണെങ്കിലും ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ആണ്. അപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിന്റെ കേസ് വരുമ്പോൾ നിങ്ങളെ കണക്ട് ചെയ്യുന്ന ആ ഒരു ത്രെഡ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. നിങ്ങളുടെ ഡെയിലി അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പാർട്ട്ണറിന് അറിയാൻ കഴിയുന്നത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിലൂടെ മാത്രമാണ്. കമ്മ്യൂണിക്കേഷനിലൂടെ മാത്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, വേറെയും അതിനുള്ള മാർഗങ്ങൾ ഉണ്ടാവും. എന്നാൽ പോലും നിങ്ങളുടെ ലൈഫിലെ ഒരു 95% കാര്യങ്ങളും നമ്മളുടെ കമ്മ്യൂണിക്കേഷനിലൂടെയാണ് നമ്മളുടെ പാർട്ട്ണർ അറിയുന്നത്. സോ ഈ ഒരു കമ്മ്യൂണിക്കേഷന്റെ കേസിൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ബ്യൂട്ടിഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എങ്ങനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതല്ലാതെ ഇത് ഏത് രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത് നിങ്ങളുടെ പാർട്ട്ണറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ രണ്ടുപേരും ഫ്രീ ആയിട്ടുള്ള ഒരു ടൈം ഉണ്ടാവുമല്ലോ, ആ ഒരു ടൈം നിങ്ങൾ കണ്ടുപിടിക്കുക. അതായിരിക്കണം നിങ്ങളുടെ ക്വാളിറ്റി ടൈം. എന്നിട്ട് ആ ടൈമിൽ നിങ്ങൾ ബാക്കിയുള്ള തിരക്കുകളെല്ലാം മാറ്റിവെച്ച് നിങ്ങളുടെ പാർട്ട്ണറിനോട് മാത്രമായിട്ട് സംസാരിക്കുക. അതായത് മാക്സിമം നിങ്ങളുടെ പാർട്ട്ണറിന് കംപ്ലീറ്റ് അറ്റൻഷൻ കൊടുത്തുകൊണ്ട് നിങ്ങൾ സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ അവേഴ്സ് സംസാരിക്കണം, അതായത് 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂർ അങ്ങനെ ഒരുപാട് സമയം നിങ്ങൾ സംസാരിക്കണം എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ സംസാരിക്കുന്ന ആ ഒരു ടൈം അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ആ ഒരു ടൈം ക്വാളിറ്റി ടൈം ആയിരിക്കണം. അതായത് നിങ്ങൾ വേറെ ഡിസ്ട്രാക്ഷൻസിലൊന്നും പോവാണ്ട് ഈ ഒരു പേഴ്സണെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് ആ ഒരു പേഴ്സണ് തന്നെ അറ്റൻഷൻ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ കമ്മ്യൂണിക്കേഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ തന്നെയാണ് ഏതൊരു റിലേഷൻഷിപ്പിലും. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിന്റെ കേസിൽ കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ട്രസ്റ്റ് ആണ്. ഇപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചും നമ്മുടെ പാർട്ട്ണർ നമ്മുടെ കൂടെ ഇല്ല, അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസിലാണ് നമ്മൾ ഉള്ളത്. അപ്പോൾ നമുക്ക് എന്താണ്, നമ്മുടെ പാർട്ട്ണർ വേറെ ആളുകളുടെ കൂടെ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ വേറെ ആളുകളുടെ കൂടെ ഡേറ്റ് ചെയ്യുന്നുണ്ടോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ കഴിയില്ല. പക്ഷെ പിന്നെ എങ്ങനെയാണ് നമുക്ക് നാട്ടിൽ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുക? നമുക്ക് അവരോടുള്ള ഒരു ട്രസ്റ്റ് ആണ്, നമ്മൾ അവർക്ക് കൊടുക്കുന്ന ആ ഒരു സ്നേഹം അവർ നമുക്ക് അതേപോലെ തിരിച്ചു തരുന്നുണ്ട്. അപ്പം നമ്മളെ മറന്ന് അവരൊന്നും ചെയ്യില്ല എന്നുള്ള നമ്മളുടെ വിശ്വാസം അതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെ പാർട്ട്ണറിനും ആ ഒരു സെയിം ട്രസ്റ്റ് നമ്മളോടും ഉണ്ടായിരിക്കും. എൻ്റെ വൈഫ് അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്ന ആ ഒരു പേഴ്സൺ എന്നെ മറന്ന് വേറൊരു റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ എന്നെ ചീറ്റ് ചെയ്ത് പോവില്ല എന്നുള്ളൊരു ട്രസ്റ്റ് രണ്ടുപേർക്കിടയിലും ഉണ്ടായിരിക്കും. നിങ്ങൾക്കിടയിലുള്ള ആ ഒരു ട്രസ്റ്റ് ആണ് നിങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സോ അതിനെ ബ്രേക്ക് ചെയ്യാതിരിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു ട്രസ്റ്റിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു പ്രോമിസ് ബ്രേക്ക് ചെയ്യാതിരിക്കാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇപ്പോൾ പാർട്ട്നേഴ്സിൽ ഒരാളുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു ആ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തുള്ള ആൾക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. അവർ ഇനിയും വീണ്ടും ഇങ്ങനെ ചെയ്യോ എന്നുള്ള ഒരു തോട്ട് ഉണ്ടാവും. അതുപോലെ നമുക്ക് ആ ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ വന്നുകൊണ്ടിരിക്കും. അത് റിലേഷൻഷിപ്പിനെ വളരെ ബാഡ് ആയിട്ടുള്ള രീതിയിൽ എഫക്ട് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും, ഇപ്പൊ രണ്ട് പാർട്ട്നേഴ്സും ആ ഒരു ട്രസ്റ്റ് കീപ്പ് ചെയ്യാനും അതുപോലെ ആ ഒരു ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യാതിരിക്കാനും ശ്രമിക്കണം. ഇനി മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലുള്ള ആളുകളാണ്. സോ നിങ്ങൾക്ക് ഒരുമിച്ചുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ് ഒന്നും മേ ബി എപ്പോഴും ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല.
ഇപ്പൊ നമ്മളുടെ കൂടെയുള്ള ആളുകളാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, നമുക്ക് ഒന്നിച്ച് മൂവിക്ക് പോവാം, അല്ലെങ്കിൽ പാർക്കിൽ പോവാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒരു വാക്കിന് പോവാം, ഡ്രൈവിന് പോവാം, അങ്ങനെ പല രീതിയിൽ നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പിനെ ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റും. പക്ഷെ ലോങ് ഡിസ്റ്റൻസിലുള്ള ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതൊന്നും പെട്ടെന്ന് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. സോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് വിർച്വൽ ആയിട്ടുള്ള ഡേറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് എങ്ങനെയാണ് നമ്മൾ വിർച്വൽ മൊമെന്റ്സ് അല്ലെങ്കിൽ വിർച്വൽ ഡേറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്? നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിനെ വീഡിയോ കോൾ ചെയ്യുക, എന്നിട്ട് രണ്ടുപേരും ഇങ്ങനെ വീഡിയോ കോളിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒന്നിച്ച് ഫുഡ് കഴിക്കുന്ന പോലെ അങ്ങനെ ഒരു മൊമെന്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഒന്നിച്ച് സിനിമ കാണുന്ന പോലെ നിങ്ങൾക്ക് ഒന്നിച്ച് വിർച്വലായിട്ട് നമുക്ക് സിനിമ കാണാമല്ലോ, അങ്ങനെ നിങ്ങൾക്ക് സിനിമ കാണാം. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റീൽസ് ഷെയർ ചെയ്തുകൊണ്ട് ആ ഒരു മൊമെന്റ് നിങ്ങൾക്ക് ഒന്നിച്ച് സ്പെൻഡ് ചെയ്യാം. അങ്ങനെ പല രീതിയിലും നിങ്ങൾ ഒരേ സ്ഥലത്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ പല കാര്യങ്ങളും ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സ് ലൈഫിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഇനി 4ാമത്തെ കാര്യം, ഹാവ് എ ക്ലിയർ ഫ്യൂച്ചർ പ്ലാൻ. ഇപ്പൊ നിങ്ങൾ എത്ര ലോങ് ഡിസ്റ്റൻസിലുള്ള ഒരാളാണെങ്കിലും എല്ലാവരും എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മുടെ പാർട്ട്ണർ നമ്മുടെ കൂടെ വേണമെന്ന് തന്നെയാണ്. സോ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനോട് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ ഒരു ലോങ് ഡിസ്റ്റൻസ് നമ്മൾ എത്ര കാലത്തേക്കാണ് നമ്മൾ ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മളൊരു പെർട്ടിക്കുലർ ഡെഡ് ലൈൻ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈം ഉണ്ടാവുമല്ലോ, ഞാനൊരു 3 വർഷം അവിടെ പോയി നിൽക്കട്ടെ, അപ്പോൾ നമ്മളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റിൽ ആയതിനു ശേഷം നമുക്ക് ഒന്നിച്ച് ജീവിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ അബ്രോഡൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു 2 വർഷം നമുക്കിങ്ങനെ മാറി നിൽക്കാം, അതിനുശേഷം ഞാൻ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് നമുക്ക് അവിടെ സെറ്റിൽ ആവാം. അങ്ങനെ നിങ്ങൾക്കൊരു ഫ്യൂച്ചർ പ്ലാൻ എന്തായാലും ഉണ്ടായിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ടോട്ടലി നമ്മുടെ പാർട്ട്ണറിന് എപ്പോഴും ഒരു ഡിപ്രഷൻ പോലെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്ത പോലത്തെ ഫീലാണ് ഉണ്ടാവുക. കാരണം ലൈഫ് ലോങ് എൻ്റെ പാർട്ട്ണർ എന്നെ വിട്ടിട്ടാണല്ലോ നിൽക്കുന്നത്, ലൈഫ് ലോങ് എൻ്റെ പാർട്ട്ണർ എൻ്റെ കൂടെ ഇല്ലല്ലോ, ഇനി ഒരിക്കലും ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ലല്ലോ, ഇത്തരത്തിലുള്ള തോട്ട്സ് ആയിരിക്കും നമ്മുടെ പാർട്ട്ണറിൻ്റെ ഉള്ളിലുണ്ടായിരിക്കാം. സോ എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനോട് ഇതൊരു പ്രോബ്ലം ആണ് ശരിക്കും പറഞ്ഞാൽ. ഈ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതൊരു ടെമ്പററി ആയിട്ടുള്ള കാര്യമായിരിക്കണം. അപ്പോൾ അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനോട് ഒരിക്കലും നമ്മൾ ലൈഫ് ടൈം ഇങ്ങനെയാണ് ജീവിക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾ പറയരുത്. എപ്പോഴും നിങ്ങൾ ശ്രമിക്കേണ്ടത് നിങ്ങളുടെ പാർട്ട്ണറിനെ നിങ്ങളുടെ കൂടെ നിർത്താൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിൽ ആവുകയാണെങ്കിൽ പോലും അവരോട് നിങ്ങൾ പറയണം, ഒരു പെർട്ടിക്കുലർ ഡേറ്റ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈമിന് ശേഷം നമുക്ക് ഒന്നിച്ച് ജീവിക്കാം, അതുവരെ മാത്രം നമ്മൾ ഇങ്ങനെ ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് നിന്നാൽ മതിയല്ലോ എന്നുള്ള രീതിയിൽ നിങ്ങൾ അവരുടെ അടുത്ത് ഉറപ്പായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി 5ാമത്തെ കാര്യം, നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിന് വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു സർപ്രൈസുകൾ കൊടുക്കുക, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള എഫേർട്ട്, അതായത് നിങ്ങൾ എഫേർട്ട് ഇടുന്നത് അവരെ അറിയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാമെന്നുള്ളതാണ്. അത് നിങ്ങളുടെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കീപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക? ഇപ്പോൾ അവരുടെ ബർത്ത്ഡേ, നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി, അല്ലെങ്കിൽ നിങ്ങളുടെ ലവ് ആനിവേഴ്സറി, അതേപോലെ നിങ്ങളുടെ ലൈഫിൽ വരുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ അവർക്ക് കുഞ്ഞു കുഞ്ഞു സർപ്രൈസ് ഗിഫ്റ്റുകൾ കൊടുക്കുക. അവർ കുറച്ച് ഡൗൺ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ അവരെ കോൾ ചെയ്യുക, അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക. ജസ്റ്റ് ഇടയ്ക്കൊക്കെ അവരോട് പറയാം, എനിക്ക് നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുമായിരുന്നു. അല്ലെങ്കിൽ ഇപ്പം അവർ എന്തെങ്കിലും ഒരു അസുഖത്തിലൂടെ കടന്നു പോവുകയാണ്, ഇപ്പോൾ അവർക്ക് പനിയോ അല്ലെങ്കിൽ വയറുവേദന ആ രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു അസുഖമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് പറയാം, ഇപ്പം ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്തിരുന്നു, അങ്ങനെ ട്രീറ്റ് ചെയ്തിരുന്നു. ശരിക്കും നിങ്ങൾ അവരോട് ഇങ്ങനെ പറയുന്ന സമയത്ത് അവർക്ക് ആ ഒരു സംഭവം ഇമാജിൻ ചെയ്യാൻ കഴിയും. എൻ്റെ പാർട്ട്ണർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ അങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ അതിൽ നിന്നും അവർക്കൊരു ഹാപ്പിനെസ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രസൻസ് അവർക്ക് കിട്ടുന്നുണ്ട്. സോ നമ്മൾ ഒരിക്കലും പറയാതിരിക്കരുത്. നിങ്ങളുടെ വാക്കുകൾക്ക് ഒരുപാട് വാല്യൂ നിങ്ങളുടെ പാർട്ട്ണർ കൊടുക്കുന്നുണ്ട്. സോ ആ കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. സോ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്, ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എല്ലാവരും ചൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങളിൽ നമ്മളുടെ റിലേഷൻഷിപ്പിനെ നമുക്ക് ലോങ് ഡിസ്റ്റൻസ് ആക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ പോലും നമുക്ക് എങ്ങനെ ആ ഒരു റിലേഷൻഷിപ്പിനെ ബ്യൂട്ടിഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. സോ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും എന്ന് വിശ്വസിക്കുന്നു. ഇതിനോടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ റാഷ്ന സൈനിങ് ഓഫ്.